ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പാർട്ടിയുള്ള ദിവസത്തെ എൻ്റെ ഫുൾ ഡേ റുട്ടീനും അതുപോലെ തന്നെയില്ലേ ഒരുപാട് റെസിപ്പീസും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടോക്കുക. വീഡിയോയിലേക്ക് പോകും മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണം പ്രസ് ചെയ്യാം. അപ്പം അന്നത്തെ ദിവസത്തിൽ ഞാൻ ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് ഇളനീർ വെച്ചിട്ടുള്ള ഒരൈറ്റമാണ്. ഇളനീർ സുഫ്ല എന്നെല്ലാം പറയാൻ പറ്റും. ഇതിപ്പം നമുക്ക് ലൂസായിട്ട് ഉണ്ടാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയിലുണ്ടാക്കാം. നമുക്ക് പുഡിങ്ങിന് പകരമായിട്ടെല്ലാം ഗസ്റ്റിന് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഞാനിപ്പം കുറച്ചധികം ഇളനീർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. കാര്യം പുഡിംഗ് ആയിട്ടും ഡ്രിങ്ക് ആയിട്ടും എല്ലാം ഞാൻ ഈ ഒരു ഐറ്റം മാത്രമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആരാ വരുന്നതെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടില്ല എന്താ പറയുക, നമ്മൾ ഗൾഫിൽ ചെറുതിൽ റൂമിലുണ്ടാകുമ്പം നമ്മൾ റൂംമേറ്റ് ആയിട്ടുണ്ടായ ആൻറ്റി അങ്കിളാണ് കേട്ടോ. കുറേ കാലമായി നമ്മളവരെ കണ്ടിട്ടും അവർ നമ്മളെ കണ്ടിട്ടും. അവരിപ്പം നാട്ടിലുണ്ടായതുകൊണ്ട് അങ്ങനെ എൻ്റെ വീടെല്ലാം കാണാമെന്ന് പറഞ്ഞിട്ട് വരുന്നതാണ്. അവർ നാട്ടിലും മാഹിയിലാണ് കേട്ടോ. അവർക്ക് 5 കുട്ടികളാണ്. ആ ഒരു ടൈമല്ലേ ഞാനും എൻ്റെ ബ്രദറും അന്നേരല്ലേ റൂംമേറ്റ് എന്താ പറയുക ഷെയറിങ്ങിനാണ് താമസിക്കൽ. 2 ബെഡ്റൂം, ഒരു ഹാള്, ഒരു കിച്ചണ് അങ്ങനെ ആയിട്ടായിരിക്കും ഗൾഫിലധികം താമസിക്കൽ. അപ്പോൾ ഞാനും എൻ്റെ ബ്രദറും അവരെ കുട്ടികളും എല്ലായിട്ട് നല്ല ബഹളമൊന്നും റൂമിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. നല്ല രസമൊന്നും ആ ഒരു സമയമെല്ലാം. പിന്നെ വലുതായി എല്ലാവരും കല്യാണമെല്ലാം കഴിഞ്ഞ് പിന്നെ കുറേ ആയി നമ്മൾ അപ്പുറപ്പുറമെല്ലാം കണ്ടിട്ട്. അപ്പോൾ അവർക്ക് ഇവിടെ കണ്ണൂർ എന്തോ പ്രോഗ്രാം ഉണ്ടായിട്ട് അങ്ങനെ വരുന്നതാണ്. അപ്പോൾ എൻ്റെ വീടും കൂടി കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അവർ ഫുഡിനൊന്നും നിൽക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. പക്ഷേ ഞാൻ എന്തായാലും ഫുഡ് കഴിപ്പിച്ചിട്ട് തന്നെ വിടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ഉപ്പാനോട് ഇളനീരെല്ലാം ഒന്ന് പറിക്കാൻ പറഞ്ഞിട്ടുണ്ടായിന്. ഇതാണെങ്കിൽ നമ്മളെ മുറ്റത്തിനുള്ള ഇളനീറാണ്. അപ്പോൾ ഇളനീർ ഉപ്പ പറിച്ചിട്ട് എന്താ പറയുക ഉരിച്ചിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത് ഒരു 4 മണിയെല്ലാം ആയിട്ടുണ്ട്. രാത്രിയൊക്കെയാണ് ഫുഡ് റെഡിയാക്കി എടുക്കുന്നത്. എൻ്റെ ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ ബീഫ് ഉണ്ടായിട്ടുണ്ടായിന്. ഞാൻ ചിക്കന് വേഗം ഉപ്പാനോട് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അതെല്ലാം വെച്ചിട്ട് എങ്ങനെയെങ്കിലും പെട്ടെന്ന് രാത്രിക്ക് കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഭയങ്കരമായിട്ടുള്ള ഐറ്റംസ് ഒന്നും റെഡിയാക്കുന്നില്ല. എന്നാലും എനിക്ക് എന്താ പറയുക നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ എന്ത് സ്നേഹത്തോടെ കൊടുത്താലും അത് അടിപൊളിയായിരിക്കൂലേ, അങ്ങനെ. പിന്നെന്താ, ഞാനിതാ വേഗത്തിൽ തന്നെ ഈ ഒരു ഇളനീർ സുഫ്ലയും കൂടി ഉണ്ടാക്കിയിട്ടില്ലേ, മാവ് അയച്ചെടുക്കണം. ഞാനാണ് ഉണ്ടാക്കുന്നുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഞാനാണ് അതുണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈദരാബാദി ചിക്കൻ കറിയുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഹൈദരാബാദി ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ഹലീം റെസിപ്പിയെല്ലാം ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിന്. കാണാത്തവർ നിങ്ങൾ ഇർഫാന ഷംഷീർ ഹലീം റെസിപ്പി അല്ലാന്നുണ്ടെങ്കിൽ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി എന്നുള്ള ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഹൈദരാബാദി ചിക്കൻ കറിയാണ്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഏതായാലും ഇത് ഉണ്ടാക്കുന്നല്ലേ, ഞാൻ കുറേ അതിലെ വീഡിയോസൊന്നും ചെയ്യാത്ത, കുറേ തിരക്കെല്ലായി പോയി, പിന്നെ മടിയെല്ലാം പിടിച്ച് അങ്ങനെയാണ്. പിന്നെ ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുമ്പോഴേ എനിക്ക് എന്തായാലും ഒരു വീഡിയോ എടുക്കാമെന്ന് തോന്നലുണ്ട്. വെറുതെ ഒരു വീഡിയോ കളയണ്ടാന്ന് ചിന്തിക്കലാണ്. കാര്യം ഞാൻ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ എനിക്കിങ്ങനെ വീഡിയോ എടുത്താലോ എന്ന് വിചാരിക്കും. അങ്ങനെ ക്യാമറ ഇവിടെ വെച്ചിട്ട് വേഗം തന്നെ പണിയും അതിൻ്റെ കൂടെ വീഡിയോ ഷൂട്ട് ചെയ്യലാണ് കേട്ടോ. ഞാനിതാ ഇളനീരിൻ്റെ പൾപ്പെല്ലില്ലേ, ഇളനീർ എല്ലാം എന്താ പറയുക മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുക്കലാണ്. പിന്നെ ഇളനീരിൻ്റെ വെള്ളത്തിനെ കൊണ്ട് ജെല്ലിയും കൂടി റെഡിയാക്കി എടുക്കണം. ആദ്യം ജെല്ലിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കേണ്ടത്. ഞാൻ തിരക്കിനില്ലേ വേഗം തന്നെ ഇളനീർ ജ്യൂസാണ് റെഡിയാക്കിയെടുത്തത്. അപ്പോൾ ഇതാ ജ്യൂസ് അവിടെ വെച്ചിട്ടില്ലേ, ഇളനീരിൻ്റെ വെള്ളം കൊണ്ട് ജെല്ലി റെഡിയാക്കി എടുക്കലാണ്. ഇതിൽ എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിക്ക് ഷെയർ ആക്കുന്നതാണ്. എനിക്കില്ലേ ഏറ്റവും ഇഷ്ടമായിട്ടില്ല നമ്മൾ വീട്ടിലെല്ലാം കിട്ടുന്ന ഒരു ഐറ്റംസ്, എന്താ പറയുക വീട്ടിലെല്ലാം ഉണ്ടാകുന്ന ഐറ്റമല്ലേ ഇളനീർ എന്നെല്ലാം പറയുന്നത്. അത് വെച്ചിട്ടൊരു പുഡിങ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡെസേർട്ടെല്ലാം റെഡി ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് എനിക്ക് തോന്നൽ ഇതാണ്. എന്നാൽ അടിപൊളി ടേസ്റ്റും അല്ലേ. ഞാനിതാ ഒരു 20 ഗ്രാം ജലാറ്റിൻ എടുത്തിട്ടുണ്ട്, ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്, സോറി. അപ്പോൾ ചൈന ഗ്രാസ് നമ്മൾ കുറച്ചൊരു 2 ഇളനീറെല്ലാം ആണെന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും വേണ്ട. ഞാനിപ്പം കുറച്ച് അധികം ഇളനീറിലല്ലേ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 20 ഗ്രാമോളം ജലാറ്റിന് എന്താ പറയുക ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തെടുക്കുക, ഒരു കുറച്ച് ചൂട് വെള്ളത്തിലൊന്ന് കുതിർത്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഇളനീറിൻ്റെ വെള്ളത്തിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനിതാ കുറച്ച് ചൂടുള്ള നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കലാണ്.
അപ്പോൾ നമ്മളിപ്പം ചൈന ഗ്രാസ് എടുക്കുമ്പോൾ കറക്റ്റ് അളവുണ്ടെങ്കിൽ മാത്രമേ ജെല്ലിയായിട്ട് കിട്ടും കേട്ടോ. ഒരു 4 ഇളനീർ അതിൻ്റെ വെള്ളത്തിനെല്ലാം ആണെന്നുണ്ടെങ്കിൽ ഒരു 8 ഗ്രാമോളം ചൈന ഗ്രാസ് മതി. ഇതിപ്പം കുറച്ചധികം ഇളനീറിൻ്റെ വെള്ളവും എല്ലാം ഉണ്ടായതുകൊണ്ട് തന്നെ ഞാനൊരു 20 ഗ്രാമോളം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഞാനില്ലേ ഈ ജെലാറ്റിൻ എന്ന് പറയാൻ കാരണം എനിക്ക് ചെറുതിലെ മുതലേ ഉമ്മ പുഡിങ് ഉണ്ടാക്കുമ്പോൾ ജെലാറ്റിൻ വെച്ചിട്ടാണ് പുഡിങ് ഉണ്ടാക്കൽ. അങ്ങനെ പുഡിങ് ഉണ്ടാക്കുന്നവർക്ക് അറിയാൻ പറ്റും. നമ്മൾ എന്താ പറയുക, നമ്മൾ ചെറുതായിരിക്കുന്ന ടൈമിലും ആദ്യമായിട്ട് ഭയങ്കര പുഡിങ് പുഡിങ് എന്നെല്ലാം വെച്ചാൽ ഭയങ്കര സംഭവമായിരിക്കും അല്ലേ. അപ്പോൾ പുഡിങ് ആദ്യമായിട്ട് ഉണ്ടാക്കി തന്നെ തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള ഒരു പുഡിങ്ങാണ്. ഇളനീറിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും ഇനി അത് കഴിക്കാൻ വേണ്ടിക്ക്. അത് കഴിച്ചവർക്ക് അറിയുണ്ടാവും. ഇൻഷാ അല്ലാ അതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഉമ്മ ഉണ്ടാക്കി തന്നതാണ് പൈനാപ്പിൾ പുഡിങ് നല്ല ഫ്ലോപ്പാണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടായിന്. നമ്മൾ ചെറുതിൽ സ്കൂളിൽ ഇട്ടിട്ട് വരുമ്പോൾ ഇങ്ങനെ ഉമ്മ ഓരോ പുഡിങ്ങും കാര്യങ്ങളും പരീക്ഷിച്ചിട്ട് ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പം തേങ്ങാപ്പാൽ പുഡിങ് അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ടായിന്. പിന്നെ ആ ഒരു കസ്റ്റേർഡ് പുഡിങ് അതെല്ലാം അടിപൊളിയായിട്ട് കിട്ടുമേ. പക്ഷേ പൈനാപ്പിൾ പുഡിങ് എപ്പോഴും കഴിക്കലാണ്. പിന്നെയാണ് മനസ്സിലായ പൈനാപ്പിൾ പുഡിങ് അങ്ങനെയല്ല, കുറച്ച് കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണമെന്നില്ല. അങ്ങനെ ഉമ്മ ഓരോ കാര്യങ്ങളും മാറ്റി പിടിച്ച് പല ടൈപ്പിലും ഉമ്മ പുഡിങ് ഉണ്ടാക്കി തരാൻ തുടങ്ങി. പിന്നെ പുഡിങ്ങിൻ്റെ സെക്ഷനെല്ലാം ഞാൻ ഏറ്റെടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിക്ക്. അതുകൊണ്ടാണ് ഈ ചൈന ഗ്രാസ് വരാണ്ട് ജെലാറ്റിൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ചൈന ഗ്രാസിൽ നല്ലോണം ഇളം ചൂടുവെള്ളത്തിൽ കുതിർത്തിട്ട് ഈ ഈ ഇളനീർ വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് മധുരത്തിന് എത്ര പഞ്ചസാര വേണോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനിപ്പില്ലേ ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു ചൈന ഗ്രാസും ഇളനീറിൻ്റെ വെള്ളമെല്ലാം മിക്സായിട്ട് നല്ലോണം മെൽറ്റായിട്ട് വരണം. അപ്പോൾ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് പഞ്ചസാരയും കൂടി പഞ്ചസാര നല്ലോണം അലിച്ചെടുക്കണം കേട്ടോ. നമുക്ക് പിന്നെ ഇളനീറിൻ്റെ വെള്ളത്തിൻ്റെ ആ ഒരു മധുരം മാത്രം മതിയെങ്കിൽ അത് മതി. പിന്നെ എക്സ്ട്രാ മധുരം വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഞാൻ തിളപ്പിക്കാൻ വെച്ച് കൊടുക്കലാണ്. പിന്നെ ഞാനിപ്പോൾ ഇട്ട ഡ്രസ്സിൽ ഇതിൻ്റെ ടൈം കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിന് ഡ്രസ്സും ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരുമെന്നല്ല. ഞാൻ ഈ വീഡിയോയിലും കാണിക്കുന്നില്ല. പിന്നെ ലിങ്ക് ഞാനില്ലേ, ഇത് ഞാൻ ട്രെൻഡ്യോളിൽ നിന്ന് വാങ്ങിയതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാൻ ട്രെൻഡ്യോളിൽ നിന്ന് വാങ്ങിയ എല്ലാ പാത്രങ്ങളുടെയും എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ആ ഒരു ഇളനീർ വെള്ളം നല്ലോണം തിളച്ച് വന്നേരില്ലേ, ഞാനിത് അരിച്ചെടുക്കലാണ്. ആ ഒരു കട്ടകളൊന്നും ഇല്ലാണ്ട് മൊത്തത്തിലൊന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പം കുറച്ചധികം തന്നെ ഇളനീർ വെള്ളം ഉണ്ട്. ഞാൻ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 പുഡിംഗ് ട്രേയിലായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പം എളുപ്പത്തിന് വേണ്ടിക്കും അത്ര ടൈമൊന്നും എൻ്റെ കയ്യിലില്ല, വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ അധികം പുഡിങ് എന്തുണ്ടാക്കുമ്പോൾ ഫ്രീസറിൽ വെച്ചിട്ട് പെട്ടെന്ന് തണുപ്പിച്ചെടുക്കലാണ്. ഞാനങ്ങനെ 6 മണിക്കൂർ വെച്ചിട്ടോ 2 മണിക്കൂർ വെച്ചിട്ടോ ഒന്നും തണുപ്പിക്കാനൊന്നും നിൽക്കില്ല. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പുഡിങ് സെറ്റായിട്ട് കിട്ടും. അങ്ങനെ അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഈ ഒരു ഇളനീർ വെള്ളം ഈ ഒരു പുഡിംഗ് ട്രേയിൽ തന്നെ മൊത്തത്തിൽ വെച്ച് കൊടുക്കലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 പുഡിംഗ് ട്രേയിലായിട്ട് വെച്ച് കഴിഞ്ഞാലേ നമ്മളിത് കട്ടാക്കിയിട്ട് സ്ക്വയർ ആക്കിയിട്ട് എടുക്കുമ്പോൾ കുഞ്ഞു സ്ക്വയർ ആക്കിയിട്ട് എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ കുറച്ച് വലിയ പീസാക്കിയിട്ടാണ് കട്ടാക്കി എടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതൊന്ന് തണിയാൻ വേണ്ടിക്ക് ഞാൻ ഇവിടെ തന്നെ വെക്കലാന്ന്. കാര്യം ഞാൻ കുറേ ഒഴിച്ചുകൊണ്ട് തന്നെ ഇത് എടുക്കുമ്പം മൊത്തത്തിൽ മറന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം ഇത് നല്ലോണം പൊള്ളുന്നുണ്ട്, നല്ലോണം ചൂടുണ്ട്. അതുകൊണ്ട് കുറച്ച് സമയം വെച്ചിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നാണിന് വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ചെടുക്കലാണ്. ഇതിപ്പില്ലേ 2 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ഞാനിപ്പം 1.5 കിലോ മൈദയ്ക്കാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആട്ടപ്പൊടിയിലും ചെയ്തെടുക്കാം. 3/4 കിലോന് ആട്ടയും 3/4 കിലോന് മൈദ വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂണ് പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ തന്നെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണിലും കുറവ് ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. അപ്പം ബട്ടറിൻ്റെ അളവ് ഇത്ര ആയിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും സോഫ്റ്റും ഉണ്ടാവും കേട്ടോ നമ്മളെ ഞാൻ കഴിക്കാൻ വേണ്ടിക്ക്. ഇനി ഇതിലേക്ക് 1.5 കിലോ മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം മതിയെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിൻ്റെ അളവ് പകുതി എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് എല്ലാം കൈവച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. നിങ്ങൾക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ വെള്ളമോ പാലോ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. പിന്നെ ഞാനിൻ്റെയും തന്തൂർ റൊട്ടീൻ്റെല്ലാം പെർഫെക്റ്റ് റെസിപ്പിയെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. പുറമെ നല്ല ക്രിസ്പി ആയിട്ടെല്ലാം
ഉൾഭാഗവും എല്ലാം നല്ല ഒരു ലെയറോട് കൂടി വരുന്ന ടൈപ്പ് എല്ലാം ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടോക്കെ. ഇതാണെങ്കിലേ ഏറ്റവും എളുപ്പത്തിലും അടിപൊളി ടേസ്റ്റ് ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാണാണ്. ഇത്രയും എളുപ്പത്തിൽ ഞാൻ ഉണ്ടാക്കാന്ന് പറയുമ്പം എന്താ പറയുക, എനിക്കിത് ഭയങ്കര ഈസി ആയിട്ടാണ് കേട്ടോ തോന്നൽ. അതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിക്ക്. ഇനിയിപ്പോൾ തന്നെ ഞാൻ മൊത്തത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ ഒലിവ് ഓയിലോ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ടില്ലേ, ഞാൻ ഓവൺ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്, പെട്ടെന്ന് പൊങ്ങി വരാൻ വേണ്ടിക്കാണ്. എന്നിട്ട് ഓവൺ ഓഫ് ചെയ്യും. ഓവൻ്റെ ഉള്ളിലത്തെ ആ ചൂടിൽ പെട്ടെന്ന് ഇതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിക്കാണ്. കാര്യം എൻ്റെ കയ്യിൽ അത്ര ടൈമൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ ഇത് പെട്ടെന്ന് 1 മണിക്കൂർ കൊണ്ടെല്ലാം പൊങ്ങി വരണം. അല്ലാന്നുണ്ടെങ്കിലേ എളുപ്പത്തിന് വേണ്ടിക്ക് ഞാൻ കുറച്ച് ഈസ്റ്റ് അധികം ഇട്ട് കൊടുക്കും, വേഗം പൊങ്ങി വരാൻ വേണ്ടിക്ക്. അങ്ങനെയാകുമ്പം വേഗം പൊങ്ങി വരും. അപ്പം ഇതാ ഞാൻ ഇത് അടച്ചിട്ട് ഓവനിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇപ്പം പാരൻസിനും കുട്ടികൾക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടി ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഈ ഒരു വെക്കേഷൻ ടൈമില്ലേ എങ്ങനെ മാക്സിമം പ്രൊഡക്റ്റീവ് ആക്കാമെന്നായിരിക്കും നമ്മൾ പാരൻസ് ചിന്തിക്കുക. അതിനുള്ള ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ ആൽബിഡോ. നമ്മുടെ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് ഫാസ്റ്റ് ആവാനും അതുപോലെ തന്നെ സോഷ്യൽ അവയർനെസ് കൂടാനെല്ലാം ഇവർ ഹെൽപ്പ് ചെയ്യും കേട്ടോ. സ്കൂളെല്ലാം പൂട്ടിയോണ്ട് തന്നെ മോന് നല്ല ഫ്രീ ആണ്. അപ്പം ഞാനില്ലേ ആൽബിഡോൻ്റെ കിൻഡർ ഗാർഡൻ കോഴ്സ് അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നുണ്ട് മോനെ കൊണ്ട്. അവനക്ക് ഭയങ്കര ചേഞ്ചാണ് കേട്ടോ അതുകൊണ്ട് ഉണ്ടായിട്ടുള്ളത്. ഞാനിലും മോനെ ജോയിൻ ചെയ്യിപ്പിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ പൂട്ടിയാണ്ട് തന്നെ കുട്ടികൾ ഫോണിൽ ടി വിയിലെല്ലാം തന്നെ ആയിരിക്കും കൂടുതൽ ടൈമും ഫോണിൽ അഡിക്റ്റ് ആവാനുള്ള ചാൻസിലില്ലേ. അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളിലൊന്നും കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. അതിനുള്ള ബെസ്റ്റ് സൊല്യൂഷനായിട്ട് എനിക്ക് ആൽബിഡോ ആണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവർ ഓൺലൈനായിട്ടാണ് കേട്ടോ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുന്നത്. അപ്പോൾ ടൈമിൻ്റെ കാര്യമെല്ലാം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിലാണ് ടീച്ചേഴ്സ് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ടീച്ചേഴ്സിന് ആ ഒരു കുട്ടികളെ പിടിച്ചിരുത്താനുള്ള കഴിവും കൂടിയുണ്ട്. പിന്നെ ഡെയിലി സ്പോട്ട് ടെസ്റ്റ്, അതുപോലെ വീക്ക്ലി നോൺ അക്കാദമിക് ക്ലാസ്സുകൾ, മന്ത്ലി ടീച്ചേഴ്സ് പാരൻസ് മീറ്റിംഗ് എല്ലാം ഇവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് കുട്ടികളുടെ പഠനം നമുക്ക് ഉറപ്പുവരുത്താനും പറ്റും. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലായതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് ക്ലാസ് എടുക്കും എന്നതാണ് കേട്ടോ ഇവരുടെ എടുത്തു പറയേണ്ട കാര്യം. ഈ ഒരു കോമ്പറ്റീവ് വേൾഡിൽ നമ്മൾ കുട്ടികളുടെ എഡ്യൂക്കേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഓരോ പ്രായത്തിലും കിട്ടേണ്ട എഡ്യൂക്കേഷന് ഉറപ്പുവരുത്തുക എന്നുള്ളത് പാരൻസിൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ്. കിൻഡർ ഗാർഡൻ കോഴ്സ് മാത്രമല്ല കേട്ടോ ഇവർ ചെയ്യുന്ന പെൻസിൽ ഫൗണ്ടേഷൻ മുതൽ അക്കാദമിക് ട്യൂഷന്, പിന്നെന്താ സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സ്, ഓൺലൈൻ സ്കൂളിംഗ് തുടങ്ങിയ ഒരുപാട് കോഴ്സുകൾ ആൽബിഡോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഹൈസ്കൂൾ കുട്ടികൾക്കായിട്ട് A+ ക്യാമ്പസും ആൽബിഡോയിലുണ്ട് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം 15 കുട്ടികൾ മാത്രമേ ഉണ്ടാവൂ. പിന്നെന്താ പാരൻസിനും കുട്ടികൾക്കായിട്ട് ഒരുപാട് പ്രോഗ്രാംസും ഇവർ കണ്ടക്ട് ചെയ്യാറുണ്ട് കേട്ടോ. അവരുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ അപ്ഡേഷനും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും കേട്ടോ. ആൽബിഡോൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തോ. പിന്നെ എൻ്റെ കോഡായ YT002 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ടും കാര്യങ്ങളെല്ലാം കിട്ടും കേട്ടോ. ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തോ. നമ്മുടെ കുട്ടികളുടെ ഭാവി നമ്മളെ കയ്യിലാണ്. ഈ ഒരു വെക്കേഷൻ ടൈം പ്രൊഡക്റ്റീവായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കാം. ഇനിയിപ്പോൾ ഇതാ ബിരിയാണിയിലേക്കുള്ള ഐറ്റംസ് എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബീഫ് ബിരിയാണിയാണ് കേട്ടോ. ബീഫ് ബിരിയാണീൻ്റെ ഉള്ള റെസിപ്പി ഒരുപാട് പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇർഫാന ഷംഷീർ. ഞാൻ കോഴിക്കോടിൻ്റെ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോഴിക്കോടിൻ്റെ ബിരിയാണി കഴിക്കാൻ വേണ്ടിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ കോഴിക്കോടിൻ്റെ സ്പെഷ്യൽ ബീഫ് ബിരിയാണിയാണ് റെഡിയാക്കുന്നത്. അതിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. ഇർഫാന ഷംഷീർ കോഴിക്കോടൻ ബീഫ് ബിരിയാണി നല്ല ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിക്ക്. അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ കയ്യിലാണെങ്കിൽ ചെറിയുള്ളി ചേർത്ത് കൊടുക്കണം. പക്ഷേ ഞാൻ അതുകൊണ്ട് തന്നെ റെസിപ്പി കാണിക്കുന്നില്ല. പെർഫെക്റ്റ് റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പെർഫെക്റ്റ് റെസിപ്പി ഇതിൽ കാണിക്കാത്തത്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തോട്ടാ, ഇർഫാന ഷംഷീർ ബീഫ് ബിരിയാണി റെസിപ്പി എന്ന് ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതാ ഉള്ളി, തക്കാളി, ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ബീഫ്, അതുപോലെ ചെറുനാരങ്ങ, തൈര് കാര്യങ്ങൾ എല്ലാം ഞാൻ അതിൻ്റെ ഇടയിൽ റെഡിയാക്കുന്നുണ്ട്.
പിന്നെ വീഡിയോ കൂടുതൽ ലെങ്തി ആവുന്നതുകൊണ്ടും പിന്നെ എല്ലാം സ്പീഡിൽ ചെയ്തെടുക്കണ്ടേ. നമ്മളിപ്പം വീഡിയോ എടുത്തിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടൈം എടുക്കും. ക്യാമറ അവിടെ ഇവിടെ എല്ലാം കൊണ്ടുവയ്ക്കണം, പെർഫെക്റ്റ് ആണോ എന്ന് നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ചില ടൈമെല്ലാം നമ്മൾ ഷാളൊന്നും ഇടാണ്ടിരിക്കും, നമ്മൾ ബോഡി ഷേപ്പ് കാണും. അങ്ങനെ ഓരോരോ ഭാഗങ്ങളിൽ നമ്മൾ കൊണ്ടുവയ്ക്കുമ്പം അങ്ങനെ ചെയ്യണ്ടേ, അങ്ങനെ പെർഫെക്റ്റായിട്ട് ചെയ്യണ്ടേ. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ആ ഒരു ടൈം പെട്ടെന്ന് തന്നെ ഞാൻ ഫ്രിഡ്ജിൽ ഒരു 5-10 മിനിറ്റ് വെച്ചിട്ടുണ്ടാവും. അന്നേരം തന്നെ നമ്മുടെ ആ ഒരു ഇളനീറിൻ്റെ ആ ഒരു ജെല്ലി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സെറ്റായിട്ട് വരും. ഇനിയിപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തെടുക്കലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചെറിയ സ്ക്വയർ ആക്കിയിട്ടല്ലോ വേണ്ടതെന്നുണ്ടെങ്കിൽ 2 പുഡിംഗ് ട്രേയിൽ അങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇതിപ്പം ഞാനൊരു ഐസ് ക്യൂബ്സിനെക്കാട്ടിയും കുറച്ച് ചെറുതായിട്ടാണ്, എനിക്കിങ്ങനെ കാണാനാണ് കൂടുതലിഷ്ടം. പക്ഷെ നന്നേ ചെറുതായിട്ട് കട്ടാക്കി കഴിഞ്ഞാലും അടിപൊളിയായിരിക്കും. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിക്ക് ഞാൻ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 പാക്കറ്റ് പാലാണ്. അപ്പം ഞാൻ കുറച്ചധികം ഒരു 8 ഇളനീരെല്ലാം ഉണ്ടാവും, 6-8 ഇളനീരുണ്ടാവും. അപ്പം അതിലേക്ക് ഞാൻ 2 പാക്കറ്റ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഇത് നല്ല കട്ടിയിൽ വേണ്ട, നല്ല ലൂസായിട്ട് കുടിക്കുന്ന ആ ഒരു ഡ്രിങ്കിൻ്റെ ടൈപ്പിലാണ് വേണ്ടിയെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കില്ലേ ഞാനൊരു പാക്കറ്റ് ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇതെല്ലാം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ മിൽക്ക് മെയ്ഡ് വാങ്ങാൻ പറഞ്ഞിട്ടില്ലേ, ഈ ചെറുതേ ഉണ്ടായിട്ടുള്ളൂ, ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് ചെറുതേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യലാണ്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ആ ഒരു ഇളനീറിൻ്റെ പൾപ്പില്ലേ, അതും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സാക്കി എടുക്കുക കേട്ടോ. ഇതാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇളനീറാണ്. നമ്മൾ വീട്ടുമുറ്റത്തു നിന്ന് തന്നെ പറിക്കുമ്പം നല്ല ഫ്രഷ് ആയിട്ട് കിട്ടൂലേ. കാരണം ഇങ്ങനെ ഇളനീർ ഉണ്ടാവലില്ല കേട്ടോ. ഇപ്രാവശ്യം ആണെങ്കിൽ തേങ്ങ പറിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇളനീരുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ എല്ലാം കൂടി മിക്സാക്കി എടുക്കലാന്ന്. ഞാൻ ആദ്യം വിചാരിച്ചു മാംഗോ വെച്ചിട്ട് ചെയ്തെടുക്കാമെന്നാണ്. പിന്നെ ഇളനീരല്ലേ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. മാംഗോ വെച്ചിട്ടും അടിപൊളി തന്നെയാണ് കേട്ടോ. തേങ്ങാപ്പാൽ വെച്ചിട്ട് ചെയ്തെടുക്കുമ്പം അതിൻ്റെ റെസിപ്പി വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇളനീർ ഒരു പ്രത്യേക ഇഷ്ടമാണ്, അതുകൊണ്ട് ഇന്ന് ഇളനീർ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കലാണ്. അപ്പോൾ ഇത് ഇളനീറിൻ്റെ ആ ഒരു പൾപ്പും കൂടി ഒഴിച്ച് കൊടുത്തിട്ടില്ലേ, എല്ലാം കൂടി മിക്സാക്കി എടുക്കുന്നുണ്ട്. പാല്, ഫ്രഷ് ക്രീം, മിൽക്ക് മെയ്ഡ്, ഇളനീറിൻ്റെ ജ്യൂസ് എല്ലാം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇളനീറിൻ്റെ വെള്ളത്തിനെ കൊണ്ടുണ്ടാക്കിയ ആ ഒരു ജെല്ലിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിക്ക്. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും. ഇത് വെച്ചിട്ട് നമുക്ക് സെയിം ഇതുപോലെ തന്നെ പുഡിങ് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഈ ഒരു ചൈന ഗ്രാസ് നമ്മൾ ഈ ഒരു ഇളനീറിൻ്റെ വെള്ളത്തിലും കൂടി മിക്സാക്കി കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് നമുക്ക് പുഡിങ്ങും കൂടി ഉണ്ടാക്കിയെടുക്കാം. എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും. പിന്നെന്താ, അപ്പോൾ എല്ലാം കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കില്ലേ ഒരു 1.5 ടേബിൾ സ്പൂണ് കസ്കസ് വെള്ളത്തിൽ കുതിർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കുക. ഇത് നല്ലോണം തണുപ്പിച്ചിട്ട് കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സാക്കി എടുക്കലാണ്. നിങ്ങൾക്ക് പാല് വേണമെന്നുണ്ടെങ്കിൽ ഇത്ര തിക്കായിട്ട് വേണ്ട, നല്ല ലൂസായിട്ട് മതിയെങ്കിൽ പാലും പഞ്ചസാരയും അല്ലാന്നുണ്ടെങ്കിൽ മധുരത്തിന് മിൽക്ക് മെയ്ഡും എല്ലാം ചേർത്തിട്ട് നല്ലോണം ലൂസാക്കിയിട്ടും നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. അടിപൊളി ടേസ്റ്റിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെന്താ, അപ്പോൾ എല്ലാം കൂടി ഞാൻ മിക്സാക്കി എടുക്കലാണ്. പിന്നെ മാഹിക്കാര ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവർ അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നവരാണ്. നമ്മൾ കണ്ണൂരുകാർ ഉണ്ടാക്കുന്ന പോലെ തന്നെ എന്നാൽ അതിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാനെല്ലാം ചെറുതിൽ അങ്കിളുടെ വീട്ടിലെല്ലാം പോകുമ്പം ആൻറ്റി നല്ല അടിപൊളി എന്താ പറയുക പത്തിരിക്ക് ഇങ്ങനെ കുത്തായിട്ടുള്ള ഒരു ഐറ്റെല്ലാം ഉണ്ടാക്കി തരുന്നുണ്ട്. ഞാൻ അതിൻ്റെ റെസിപ്പി പറഞ്ഞുതരാം കേട്ടോ. പിന്നില്ലേ ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല പൗഡർ, കുറച്ച് ചെറിയ ജീരകം പൊടിച്ചത്, ക്യൂമിൻ സീഡ് പൊടിച്ചതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ഉള്ളി ഫ്രൈ ആക്കി എടുത്തത്, പിന്നെ കൈപ്പിടി നിറയെ മല്ലിയില, 1/2 കപ്പ് നല്ല പുളിയുള്ള തൈര്, അധികം പുളിയില്ലാത്ത തൈര്, പിന്നെ ഇതാ ഒരു ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇത് ഹൈദരാബാദി ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യം ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പം 1.5 കിലോയിലും കൂടുതലുണ്ടാവും ചിക്കന്. പിന്നെ ചിക്കനിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തത് 2 ഉള്ളി ഗോൾഡൻ ബ്രൗൺ കളറുന്നതുവരെ ഫ്രൈ ആക്കി എടുത്തതാണ്. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് തൈര്, അതുപോലെ ഒരു ചെറുനാരങ്ങ നീര്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1.5 ടേബിൾ സ്പൂണ്, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടീസ്പൂണിൽ കുറവ് ചെറിയ ജീരകം, ക്യൂമിൻ സീഡ് പൊടിച്ചത്, ഉപ്പ് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക.
മല്ലിയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഉള്ളി ഫ്രൈ ആക്കി വെച്ച ഓയിലില്ലേ, കുറച്ച് ഓയിലും കുറച്ച് ഗീ ഒഴിച്ചിട്ട് ഉള്ളി ഫ്രൈ ആക്കി എടുത്തതാണ്. അത് ഞാൻ കറി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ബേ ലീഫ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഇതാ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ മന്തി മസാല എല്ലാം ചെയ്തെടുക്കൂലേ, അതുപോലെ നല്ലോണം നല്ല സ്മെല്ല് വരുന്നവരെ ചൂടാക്കിയെടുക്കാം. എന്നിട്ട് ഇതാ ചിക്കന് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കലാണ്. പിന്നെ മുളക് മല്ലിൻ്റെ അളവ് നിങ്ങൾക്ക് ചിക്കൻ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചെല്ലാം എടുക്കുക കേട്ടോ. നിങ്ങളിപ്പം ഒരു ചിക്കനിലാണ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും മതി. ഇങ്ങനെ മിക്സാക്കി എടുക്കുമ്പം കുറച്ച് അധികം ചെയ്യുന്നുണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ അങ്ങനെ ചെയ്തെടുത്തോ. അപ്പോൾ ഇതാ അതെല്ലാം കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കലാണ്. എന്നിട്ടില്ലേ നമ്മൾ വറുത്ത് വെച്ച ആ ഒരു മുളകിൻ്റെ മിക്സിയില്ലേ, ഇത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. മൊത്തത്തിലിട്ട് കൊടുക്കുക. ചിക്കൻ ഒന്ന് ഒരു 1/4 ഭാഗം കുക്കായി കഴിഞ്ഞാലാണ് കേട്ടോ ഇതിട്ട് കൊടുക്കണ്ടേ. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണ്ട, മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ വെച്ച് കൊടുക്കുക. എന്നിട്ടില്ലേ ഇത് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. നല്ല സ്മെല്ല് വരും കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ച് വീണ്ടും വേവിക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തു. അപ്പോഴേക്ക് ഞാൻ ചിക്കനും മസാല വരട്ടി കൊടുത്തിട്ടുണ്ട്. അതിനെ ഫ്രൈ ആക്കാൻ വേണ്ടിക്ക് ബിരിയാണിക്ക് വേണ്ടിക്ക് ഞാൻ ചിക്കന് എന്താ പറയുക ബീഫ് ബിരിയാണി അല്ലേ, അപ്പോൾ ചിക്കനും കൂടി ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ചിക്കനും ഒന്ന് മുളകും ഉപ്പും എല്ലാം പുരട്ടി കൊടുക്കുന്നുണ്ട്. അപ്പം അങ്കിളും ആൻറ്റിയും പിന്നെ ലാസ്റ്റത്തെ മോനുമാണ് കേട്ടോ വരുന്നത്. എല്ലാവരും വരുന്നില്ല, ഞാൻ പറഞ്ഞിട്ടില്ല 5 കുട്ടികളുണ്ടെന്ന്. അവരെല്ലാം കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് ഗൾഫിൽ തന്നെ സെറ്റിൽഡ് ആയിട്ടുണ്ട്. അവരൊന്നും ഇല്ല, അങ്കിളും ആൻറ്റിയും പിന്നെ ലാസ്റ്റത്തെ മോനിപ്പം 9th കേട്ടോ പഠിക്കുന്നത്. പിന്നെന്താ ഞാൻ ചിക്കന് മൊത്തത്തിൽ ചിക്കന് എല്ലാം ഫ്രൈ ആക്കാൻ എല്ലാവർക്കും അറിയില്ല. ഞാൻ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കലുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കും, മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കില്ല, കുറച്ച് വിനെഗർ ഉപ്പ് അരിപ്പൊടി അങ്ങനെ. പിന്നെന്താ അപ്പോഴേക്കും നമ്മുടെ ചിക്കന് ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര സ്മെല്ലാണ് കേട്ടോ ഈ ഒരു ഹൈദരാബാദി ചിക്കൻ കറിക്ക്. നിങ്ങൾ എന്തായാലും ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഞാൻ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് വീണ്ടും ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ എണ്ണെല്ലാം തെളിയുന്ന ടൈമിൽ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീമും ഒരു 10-15 കാഷ്യൂനട്ടും കൂടി അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കാഷ്യൂനട്ട് കുറച്ച് വെള്ളത്തിൽ കുതിർത്തിട്ട് ഫ്രഷ് ക്രീമിൻ്റെ കൂടെ അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഇങ്ങനെ ചെയ്യണമെന്നില്ല, നമ്മൾ ആ ഒരു എണ്ണയെല്ലാം തെളിഞ്ഞ ടൈം കുറച്ച് പച്ചമുളകും മല്ലിയിലും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഹൈദരാബാദി ചിക്കൻ റെഡി ആവും കേട്ടോ. പക്ഷേ കുറച്ചുകൂടി സ്പെഷ്യലാക്കാൻ വേണ്ടിക്ക് ഇതിലേക്ക് ഞാൻ ഫ്രഷ് ക്രീമും കാഷ്യൂനട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് തിളച്ച് വരുന്ന ടൈമിൽ ഇതിലേക്ക് ഒരു 5-6 പച്ചമുളക് ആ ഒരു മൊത്തോട് കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടി ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ചെറിയ പീസ് ബട്ടർ ഒരു ഭംഗിക്ക് വേണ്ടിക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ എല്ലാം കൂടി തിളച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള, നമ്മൾ എത്ര കഴിച്ചാലും കൊതി തീരാത്ത അത്ര ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കറി പോലെയല്ല, ഹൈദരാബാദി ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ ലൈഫിൽ കഴിച്ച കറീൻ്റെ കൂട്ടത്തിൽ ഏറ്റവും അടിപൊളി കറി എന്ന് തന്നെ നമ്മൾ പറയും കേട്ടോ. അത് ഉണ്ടാക്കിയിട്ട് കഴിച്ച് കഴിഞ്ഞാൽ നാണിൻ്റെ കൂടെ എല്ലാം അടിപൊളിയാണ്. അത് തിളച്ച് കഴിഞ്ഞാൽ ഓഫാക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും ചിക്കന് എന്താ പറയുക കുക്കായിട്ട് വന്നിട്ടുണ്ട്. അരിപ്പൊടി ഇട്ട് കഴിഞ്ഞാലില്ലേ ചിക്കന് നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇതിലേക്ക് ലാസ്റ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് കട്ട് ചെയ്തതും കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ നമ്മളന്ന് ഉണ്ടാക്കിയ ലാസ്റ്റ് ഡേ ഇൻ മൈ ലൈഫിൽ ഉണ്ടാക്കിയ ഗീ ഇല്ലേ, അതാണ് കേട്ടോ. ഇപ്പം ഏകദേശം കഴിയാനായിട്ടുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഞാൻ ബീഫിൻ്റെ മസാലയും കാര്യങ്ങളെല്ലാം റെഡി ആക്കിയിട്ടുണ്ടായിനെ. എന്നിട്ട് ഇത് ദം ചെയ്തെടുക്കലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബീഫ് ബിരിയാണീൻ്റെ റെസിപ്പിയൊന്നും ഞാൻ കാണിക്കുന്നില്ല. കാര്യം ഒരുപാട് പ്രാവശ്യം ഞാൻ ബിരിയാണി റെസിപ്പിയെല്ലാം കാണിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് ചെയ്ത വീഡിയോ ചിക്കൻ ഫ്രൈ ചെയ്ത ബിരിയാണി റെസിപ്പിയാണ്. ഒരുപാട് പേര് എന്താ പറയുക പിറ്റേ ദിവസം വില്ലേജാണ് ഉണ്ടാക്കിയിട്ട് അടിപൊളി ടേസ്റ്റ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. മാഷാ അല്ലാ, നിങ്ങൾ കമൻസ് എല്ലാം കാണുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഹാപ്പിയാണ്. പിറ്റേ ദിവസം എല്ലാം ഉണ്ടാക്കിയിട്ട് അത് അടിപൊളിയാന്നെല്ലാം പറയുമ്പം ഭയങ്കര സന്തോഷം അല്ലേ. അങ്ങനെ ഒരുപാട് പേര് നല്ല നല്ല കമൻറ്റ്സ് തന്നിട്ടുണ്ടായിന്. എനിക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റെല്ലാം ചെയ്യാം. നിങ്ങളെ ലൈക്കും കമൻറ്റെല്ലാം കാണുമ്പോൾ ഒന്ന് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ തോന്നാം. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിന് എന്താ വീഡിയോസൊന്നും ഇല്ലാത്ത, കുറേ നാളായല്ലോ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിന്. ഇപ്പം ആണെങ്കിൽ എല്ലാവരും വെക്കേഷൻ്റെ മൂഡിലല്ലേ, എന്താ പറയുക ട്രിപ്പ് പോക്കും കാര്യങ്ങളെല്ലാം ആയിട്ട് നല്ല തിരക്കിലായിരിക്കും എല്ലാവരും. ഞാനങ്ങനെ എവിടെയും പോയിട്ടൊന്നുമില്ല, വീട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളെല്ലാം ആയിട്ട് കുറച്ച് തിരക്കിലാണ്. അതുകൊണ്ടാണ് വീഡിയോസൊന്നും ചെയ്യാത്ത. ഇൻഷാ അല്ലാ പറ്റുന്ന പോലെ ചെയ്യാം കേട്ടോ.
ഇനിയിപ്പോൾ ഇതാ ഞാൻ ദം ചെയ്തെടുക്കലാണ്. ദം ചെയ്യുന്നതിൽ എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ. ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിക്ക് അറിയാത്തവരെന്തായാലും സെർച്ച് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാ കോഴിക്കോടൻ ബീഫ് ബിരിയാണി ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിൻ്റെ ആ ഒരു തനതായ രീതിയിൽ ഉണ്ടാക്കിയാൽ കോഴിക്കോടൻ ഒരുപാട് ടൈപ്പിൽ ബിരിയാണി ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ അടിപൊളി ആ ഒരു ദം ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാം. റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ മല്ലിയിലും പുതിനയിലും ഫ്രൈ ആക്കി വെച്ച ഉള്ളിയും കാര്യങ്ങളും എല്ലാം ഇട്ട് കൊടുക്കലാണ്. ഇതിലുണ്ടാകുമ്പോൾ ഒരു ബിരിയാണി ഒരു പെർഫെക്റ്റ് ആയിട്ട് മാറാം. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വായില വെച്ചിട്ട് ഇതിന് മുകളിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഞാൻ കഴിഞ്ഞ ഒരു ബിരിയാണി റെസിപ്പി വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ട് അതുപോലെ ഉണ്ടാക്കിയെന്നെല്ലാം പറഞ്ഞിട്ട് കമൻറ്റ് കണ്ടിട്ടുണ്ടായിനി. താങ്ക് യു സോ മച്ച്. അങ്ങനെ പിന്നെന്താ ഇനിയിപ്പോൾ ഇതൊരു 15 മിനിറ്റ് ഞാൻ ദം ചെയ്തെടുക്കലാണ്. അവസാനത്തെ കാര്യങ്ങൾ ഇതെല്ലാം ഞാൻ സ്പീഡിൽ ചെയ്തെടുക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഒരു 8 മണിയാകുമ്പോൾ അവർ വരുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിനി. വേഗം ഇറങ്ങുമെന്നും പറഞ്ഞിട്ടുണ്ടായിനി. അങ്ങനെ ഞാനിതാ അപ്പോഴേക്കും നമ്മുടെ ഞാണിനുള്ള എന്താ പറയുക മാവെല്ലാം കുഴച്ചതെല്ലാം നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇത് ഓരോരോ ബോൾസ് ആക്കി എടുക്കുക. നമ്മൾ കുബൂസിനെല്ലാം പരത്തിയെടുക്കൂലേ, ആ ഒരു കട്ടിക്കാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. ഞാൻ പൊതുവേ നല്ല നേരിയതായിട്ടാണ് ഉണ്ടാവുക. പക്ഷേ ഇങ്ങനെ പരത്തിയിട്ട് ഇതുവരെ ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കിക്കോ. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. പക്ഷേ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഞാൻ തന്നെ പല ടൈപ്പിൽ ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ കണ്ടോക്കാം. ഇതുപോലെ തന്നെ ഒരുപാട് റൂട്ടി ഐറ്റംസ് എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടോക്കാം കേട്ടോ. ഒരുപാട് കോംബോ റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഞാൻ കുറച്ച് മൈദയും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് ഓരോരോ ബോൾസ് ആക്കി എടുക്കലാണ്. എൻ്റെ ഉപ്പാക്കില്ലേ ചെറുതിലെ നമ്മളെ ചെറുതിലെല്ലാം ഉപ്പാക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും കേട്ടോ. അവരെ ഫാമിലിയിലായിട്ട് കറങ്ങാൻ പോവുക. അങ്ങനെ ഉപ്പ ഭയങ്കര ട്രിപ്പ് പോകാനെല്ലാം ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ്. കുറേ ഫോട്ടോസ് എടുക്കും. അങ്ങനെ എനിക്കാണെങ്കിൽ നേരെ വിപരീതമാണ്. എനിക്ക് യാത്ര പോക്ക് ഇഷ്ടമല്ല. ചെറുതിലെല്ലാം ഉപ്പ് എവിടെയല്ലോ പോകാൻ പറയും. വണ്ടി കയറി കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ വണ്ടീൻ്റെ സ്മെല്ല്, ബസ്, കാറ് ഒന്നും ഇഷ്ടമല്ല. എനിക്ക് ചെറുതിൽ ഓട്ടോറിക്ഷ, പിന്നെന്താ ഓട്ടോറിക്ഷ ഭയങ്കര ഇഷ്ടമാണ്. നല്ല കാറ്റ് കിട്ടും. അങ്ങനൊന്നും സ്മെല്ലുണ്ടാവില്ല. ഈ കാറും ബസ്സിലെല്ലാം പോയി കഴിഞ്ഞാൽ നമുക്ക് തലവേദന എടുക്കൂ. എന്താ പറയുക, എന്തെല്ലാം എന്താ പറയുക, വല്ലാത്തൊരവസ്ഥയായിരിക്കും. ഞാൻ ബസ്സിൽ നല്ല വിറ്റുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവിടെ പഠിച്ചിട്ടുണ്ടായിന് ഗൾഫിൽ. അവിടെ ആണെങ്കിൽ രാവിലെ സുബീൻ്റെ ടൈമിലായിരിക്കും ക്ലാസ്. രാവിലെ ഉമ്മ കുളിപ്പിച്ച് തന്നെയോ എൻ്റെ ബ്രദറിന് നമ്മൾ ബസ്സിൽ റൂമിൻ്റെ തല അവിടെ നിൽക്കും ബസ്സിനും കാത്തിട്ട്. അന്നേരം തന്നെ ഉറക്കച്ചടങ്ങായിരിക്കും. ബസ്സിൽ കയറുകയും ചെയ്തിട്ട് എനിക്ക് ബസ്സിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല. ബസ്സിൽ കയറുകയും ചെയ്തിട്ട് ഞാൻ ഉറങ്ങും. അപ്പം നീഗ്രോ, പാകിസ്ഥാനി എല്ലാവരും ഉണ്ടാവും ബസ്സിൽ. അപ്പോൾ അവരെന്നെ വിളിക്കൽ സ്ലീപ്പിംഗ് ഗേൾ എന്നാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബസ്സിൽ കയറും, സ്കൂളിലെത്തിയാൽ മാത്രമേ എന്താ പറയുക എണീക്കും. അത്രയും എനിക്കെന്തോ ഭയങ്കര ക്ഷീണമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക ഈ ബസ്സിൽ കയറൽ, കാറിപ്പോക്ക്, ദൂരയാത്ര ഒന്നും ഇഷ്ടമല്ല. അതിലാണെങ്കിൽ കോഴിക്കോട് പോകേണ്ട എയർപോർട്ടിൽ അതെല്ലാം വിചാരിച്ചിട്ട് പഠിച്ചോനെ വല്ലാത്തൊരവസ്ഥയാണ്. എന്നെപ്പോലെ യാത്രകൾ ഇഷ്ടപ്പെടാത്തവരാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും ആ ഒരു ഫീലിങ്സ്. എൻ്റെ ഉപ്പ നേരെ വിപരീതം. ഉപ്പക്ക് ഭയങ്കര ഇഷ്ടമാണ് യാത്രകൾ. എൻ്റെ ഉമ്മാക്കെല്ലാം ഇഷ്ടമാണ് യാത്രകൾ. എനിക്കിഷ്ടം കുറവാണ്. ഇപ്പില്ലേ കണ്ണൂർ എയർപോർട്ടെല്ലാം ആയ ശേഷം എനിക്കിഷ്ടമാണ്. അത്ര ദൂരെ സഞ്ചരിക്കണ്ടല്ലോ, കാറിൽ കുറേ സമയം ഇരിക്കണ്ട, അങ്ങനെയല്ലോ. പിന്നെന്താ എൻ്റെ മക്കൾക്കൊന്നും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. മാഷാ അല്ലാഹ്. ഒരു വല്ലാത്തൊരു പ്രശ്നമാണ്. എന്താ പറയുക, തലകറങ്ങുക, ക്ഷീണമാവുക, ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തണം, എന്തെങ്കിലും ചിപ്സ്, ഈ പുളിക്കുന്ന മുട്ടായി അങ്ങനത്തെ എല്ലാ ഐറ്റംസ് കഴിച്ചാലാണ് ശരിയാവും. അങ്ങനെ പിന്നെന്താ അതെല്ലാം ഞങ്ങൾ വന്നേരം എനിക്ക് അങ്ങനത്തെ പഴയ കുറേ കാര്യങ്ങൾ അങ്ങനെ ഓർമ്മ വരുത്താണ്. നല്ല രസം. ഇപ്പോൾ കുറേ ഫ്രണ്ട്സ് ഉണ്ട് മാഷാ അല്ലാഹ്. അതുപോലെ തന്നെ അവരെ ഫാമിലീസും എല്ലാമായിട്ട് നല്ല കണക്ഷനാണ് ഇപ്പം. അങ്ങനെ പിന്നെന്താ കുട്ടികളെല്ലാം കല്യാണം കഴിഞ്ഞ് ഈ അടുത്ത് നമ്മൾ ഗൾഫിൽ പോയവരെല്ലാം ഉപ്പാൻ്റെ വേറെ ഫാമിലിയെല്ലാമായിട്ട് എന്താ പറയുക അങ്കിളും ആൻറ്റി എല്ലാമായിട്ട് കറങ്ങാൻ പോക്കും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ അധികം വീഡിയോസൊന്നും ചെയ്യലില്ല. പിന്നെ യൂട്യൂബിൽ തന്നെ എൻ്റെ ഒരു ഉപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ മോള് യൂട്യൂബിലുണ്ട്. അങ്ങനെ പിന്നെന്താ അങ്ങനെ കുറേ ഫ്രണ്ട്സ് എല്ലാം ഉണ്ട്. അപ്പോൾ പഴയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ നമ്മൾ എന്താ പറയുക അവർ വന്നേരം സംസാരിക്കലാണ്. ഞാൻ കുറച്ച് കട്ടി തന്നെ പരത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓട്ടിലിട്ടിട്ട് പാനിലിട്ടിട്ട് ചുട്ടെടുക്കലാണ്. കുറച്ച് ബട്ടർ പരത്തി കൊടുക്കുക. നമ്മൾ സാധാ ചപ്പാത്തിയെല്ലാം ചുടൂലേ അതുപോലെ തന്നെയാണ്. പക്ഷേ നല്ല എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ മൈദ വെച്ചിട്ട് തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ. ആട്ടപ്പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല.
കുറച്ച് ബട്ടർ വരട്ടി കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയിലും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിയില്ലേ, അല്ലാന്നുണ്ടെങ്കിൽ കറുത്തുള്ളി എല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ. അടിപൊളിയായിരിക്കും കാണാൻ വേണ്ടിക്ക്. അപ്പോൾ അതെല്ലാം ഞാൻ ചെയ്തെടുക്കലാണ്. പിന്നെ പണ്ടത്തെ കുട്ടികൾക്കൊന്നും ഈ മൊബൈൽ ഫോണ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. റൂമിൻ്റെ ഉള്ളിൽ തന്നെ എന്താ പറയുക, സോഫൻ്റെ തുള്ളിക്കളിക്കുക, റിമോട്ടിന് വേണ്ടി അടിയൂടുക, അങ്ങനെയെല്ലാം തന്നെയല്ലേ ഉണ്ടാവുക. അങ്ങനെ കുറേ കാര്യങ്ങൾ അവരെല്ലാം വന്നിട്ട് നമ്മളെ ചെറുതിൽ കുറേ കുരുത്തക്കേടും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് ചിരിക്കലാണ്. പിന്നെ ഞാനില്ലേ എല്ലാം സെർവ് ചെയ്യലാണ് കേട്ടോ. ഇനിയിപ്പം സമയമായിട്ടുണ്ട്. ഞാനില്ലേ എല്ലാവരും പ്രൈവസി വിചാരിച്ചിട്ട് അധികം വീഡിയോസിൽ ആരെയും കാണിക്കലില്ല. കാര്യം അതെല്ലാവർക്കും ഇഷ്ടപ്പെടില്ലല്ലോ. നമ്മളിപ്പം വീഡിയോ ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും പ്രൈവസി കളയണ്ട. അതെൻ്റെ മക്കളതായിക്കഴിഞ്ഞാലും ഞാൻ ഇതിൻ്റെ എല്ലാം ടൈം അവരോട് എടി വരോ പ്ലീസ് എന്നെല്ലാം പറഞ്ഞിട്ടാണ് അങ്ങനെ കാണിക്കൽ. അല്ലാണ്ട് ഡെയിലി ഡേ ഇൻ മൈ ലൈഫിൽ കാര്യങ്ങളിലൊന്നും ഞാൻ കാണിക്കലില്ല. കാര്യം നമ്മളൊരു വീഡിയോ ചെയ്യുമ്പം അവരെ പ്രൈവസിയും കൂടി നമ്മൾ മാനിക്കണ്ടേ, അത് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വീഡിയോസിലെല്ലാം നിൽക്കും. പക്ഷെ എനിക്കെന്തോ പറയാൻ മടിയാണ്. നമ്മളൊരാവശ്യത്തിന് വേണ്ടിക്ക് അവരെ നിർത്തിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് എനിക്ക് ഉണ്ടാവല്. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ മാങ്ങയെല്ലാം കട്ട് ചെയ്യലാണ്. തൈര് എടുത്തിട്ടുണ്ട്, അച്ചാർ, ചിക്കൻ ഫ്രൈ, പിന്നെ ഹൈദരാബാദി ചിക്കൻ കറി, അതുപോലെ തന്നെ നാണ്. ഇത്ര ഐറ്റംസാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്ത്. മാഷാ അല്ലാ അൽഹംദുലില്ലാ പെട്ടെന്ന് തന്നെ എല്ലാം റെഡി ആയിട്ടുണ്ടായിന്. കഴിച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിന്. അപ്പോൾ അങ്കിള് പറയലാണ് വണ്ടി കയറുമ്പോൾ ഉറങ്ങുന്ന ഇർഫാന ഇപ്പോൾ ഇർഫാന ഷംഷീറായി. എന്താ പറയുക, എല്ലാവർക്കും എന്താ പറയുക കുക്കിംഗ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാഷാ അല്ലാ എന്നെല്ലാം പറഞ്ഞിട്ട് ഉപ്പിയും ഉമ്മയും അങ്കിളും ആൻറ്റിയും എല്ലാം അങ്ങനെ ചിരിക്കലാണ്. സത്യം തന്നെയാണ് കേട്ടോ. ഞാൻ ചെറുതിൽ ആരോടും അങ്ങനെ ഓവറായിട്ട് സംസാരിക്കുകയൊന്നും ചെയ്യില്ല. ആകെ എൻ്റെ ബ്രദറിനോട് അടികൂടും റിമോട്ടിനെല്ലാം. അങ്ങനെ അല്ലാണ്ട് ഓവറായിട്ട് സംസാരിക്കുകയൊന്നും ചെയ്യില്ല. അതുപോലെ തന്നെ ഇവരെല്ലാം കറങ്ങാൻ പോകുമ്പോൾ വണ്ടിയിൽ കയറുകയും ചെയ്തിട്ട് ഞാൻ ഉമ്മാൻ്റെ മടിയിൽ ഉറങ്ങും. എന്നിട്ട് എണീച്ച് മടിയെന്ന് പറഞ്ഞാൽ ഉമ്മാൻ്റെ കാലിൻ്റെ അങ്ങനെ ഉറങ്ങും. എന്നിട്ട് സ്ഥലത്തെത്തിയാൽ മാത്രമേ ഞാൻ എണീക്കൂ. അങ്ങനത്തെ അത്രയും എന്താ പറയുക, എന്നെ കളിയാക്കിയിട്ട് സ്ലീപ്പിംഗ് ഗേൾ എന്നല്ലോ വിളിക്കൽ ഇവരെല്ലാം. എല്ലാവരും തന്നെ സ്കൂളിൽ നിന്നും എല്ലാം. അങ്ങനത്തെ ഞാനിപ്പം ആക്റ്റീവായിട്ട് ഓരോ കാര്യങ്ങളെല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നതെല്ലാം പറഞ്ഞിട്ട് എന്താ പറയുക അങ്കിൾ അങ്ങനെ പറയലാണ്. ഇത്ര പെട്ടെന്ന് ആ കുട്ടികളെല്ലാം വലുതാകുന്നേ അങ്ങനെയെല്ലാം പറഞ്ഞിട്ട്. പ്രത്യേകിച്ച് നമ്മൾ കുറേ കാലം കൂടിയിട്ട് കാണുമ്പം ഒരു പെട്ടെന്ന് വലുതായ പോലത്തെ ഒരു ഫീലും എല്ലാം എന്താ പറയുക, ഒരുപാട് കാര്യങ്ങളും ഒരുപാട് പഴയ വിശേഷങ്ങളും എല്ലാം പറയാനുണ്ടാവും. അങ്ങനെ ഫുഡൊന്നും കഴിക്കൂല എന്ന് എന്താ പറയുക, കഴിക്കാനുണ്ടാവില്ല, ടൈമില്ല എന്നെല്ലാം പറഞ്ഞിട്ട് വന്നവരാണ്. മാഷാല്ലാ അൽഹംദുലില്ലാ വയറ് നിറച്ച് ഫുഡെല്ലാം കൊടുത്ത് 12:30 മണിയായിട്ടുണ്ടായിന് കേട്ടോ. വീട്ടിൽ നിന്ന് അവർ പോകാൻ വേണ്ടിക്ക്. കാര്യം കുറേ പഴയ കാലത്തെ കഥകളും കാര്യങ്ങളും എല്ലാം പ്രിപ്പറെല്ലാം ഷെയർ ആക്കിയിട്ട് നല്ല രസം ഉണ്ടായിട്ടുണ്ടായിന് അന്നത്തെ ദിവസം. മാഷാല്ലാ അൽഹംദുലില്ലാ. പിന്നെന്താ, ഇനിയിപ്പം ഞാൻ കുറേ കാര്യങ്ങൾ സംസാരിച്ചില്ലേ, സോറി. അവർ വന്ന് ഹാപ്പി, എനിക്ക് അത്രയും സന്തോഷമായിട്ടുണ്ടായിന് കേട്ടോ. നമ്മൾ എന്താ പറയുക, അതങ്ങനെ തന്നെയല്ലേ. പിന്നെന്താ, ഞാനില്ലേ ഹൈദരാബാദി ചിക്കൻ കറിൻ്റെ റെസിപ്പി ഫുള്ളായിട്ട് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കാം. നിങ്ങൾക്ക് ഇത്ര തിക്കായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത്ര തിക്കായിട്ട് തന്നെയാണ്. ഭയങ്കര ടേസ്റ്റാണ്. ഈ ഒരു കറിയിൽ നിന്ന് ഒരു നുള്ളു മതി കേട്ടോ. അത്രയും നല്ലൊരു സ്മെല്ലും ഫ്ലേവറിലായിട്ടുള്ള കറിയാണ്. നമ്മൾ സാധാ ഉണ്ടാക്കുന്ന ബട്ടർ ചിക്കനോ കുറുമ കറീൻ്റെ ഒന്നും ടേസ്റ്റ് അല്ല, വേറെ ഒരു ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ബട്ടർ നാണ് അല്ലാന്നുണ്ടെങ്കിൽ ഏത് തരം റോട്ടിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയെല്ലാം അടിപൊളിയായിട്ട് പോകുന്നൊരു കറിയാണ് കേട്ടോ. ഞാനിപ്പം കറി പീസാക്കിയിട്ടാണ് കട്ടാക്കി എടുത്തത്. ബിരിയാണി പീസാക്കിയിട്ട് കട്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ടാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടിക്കെല്ലാം 4 പീസാക്കിയിട്ട് കട്ടാക്കൂലേ, അങ്ങനെ കട്ടാക്കിയിട്ട് കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഞാൻ ഓർമ്മയില്ലാണ്ടില്ലേ കറി പീസാക്കിയിട്ട് കട്ടാക്കണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിന്. നല്ല 4 പീസാക്കിയിട്ടെല്ലാം കട്ടാക്കി കഴിഞ്ഞാലല്ലേ സെർവ് ചെയ്യുമ്പം കുറച്ച് വലിയ പ്ലേറ്റിലെല്ലാം സെർവ് ചെയ്യുമ്പം കാണാൻ കുറച്ചുകൂടി ഭംഗി ഉണ്ടാകട്ടെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിന്. അപ്പം ഞാൻ ആദ്യം ഹൈദരാബാദി ചിക്കൻ കറി ഉണ്ടാക്കണമെന്നൊന്നല്ല ചിന്തിച്ചത്, എന്തെങ്കിലും ചില്ലി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്നാന്ന് വിചാരിച്ചത്. ചിക്കൻ ഏൽപ്പിക്കുന്ന ടൈം പിന്നെയാണ് ഹൈദരാബാദി ചിക്കൻ കറി റെഡി ആക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതാ ഞാൻ മല്ലിയിലും കൂടി മുകളിലായിട്ട് ഇട്ട് കൊടുത്ത് ചെറിയ ബട്ടറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. മാഷാ അല്ലാ. പിന്നെ ബട്ടറിനാണ് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഉണ്ടാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതാ എല്ലാം അടിപൊളിയായിട്ട് സെർവ് ചെയ്തിട്ടുണ്ട്.
പിന്നെ നമ്മൾ ഇളനീറിൻ്റെ ആ ഒരു ഐറ്റം എല്ലാം ഞാൻ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ. അവർക്ക് ടൈം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട്, സത്യം പറഞ്ഞാൽ നല്ല വിറ്റാണ്, ടൈം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് വന്നവരാണ്. അപ്പം ഞാനെല്ലാം സെർവ് ചെയ്തിട്ടുണ്ടായിന്. പക്ഷേ ഇല്ലേ സംസാരിച്ച് 12-1 മണിയായിട്ടുണ്ടായിന് അവർ പോകാൻ വേണ്ടിക്ക്. അതങ്ങനെയല്ലേ, കുറേ കഥകൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സമയമാവും അങ്ങനെ. അപ്പം അന്ന് നല്ലൊരു ദിവസം ഉണ്ടായിട്ടുണ്ടായിന്, ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആണ് ഉണ്ടായിട്ടുണ്ടായിന്, മാഷാ അല്ലാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും, ബൈ.